എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും 1.5 കിലോമീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന 4 ബെഡ്റൂം വീട് സ്ഥിതി ചെയ്യുന്നത്. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടാവുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം കൂടാതെ യൂട്ടിലിറ്റി ഏരിയ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 300 മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 2 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3.5 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 10 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് വരുന്ന ദൂരം 19 കിലോമീറ്ററുമാണ്. വീതിയുള്ള വഴി തന്നെയാണ് വീടിന് മുന്നിലേക്ക് കൊടുത്തിരിക്കുന്നത്. 3 കാറുകളോളം പാർക്ക് ചെയ്യാവുന്ന വിശാലമായ ഒരു പാർക്കിംഗ് സ്പേസും നമുക്കിവിടെ കാണാം. കടപ്പക്കല്ലുകളാണ് വീട്ടുമുറ്റത്ത് മുഴുവനായി വിരിച്ചിരിക്കുന്നത്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. 2-3 പേർക്ക് സുഖമായിരിക്കാവുന്ന രീതിയിൽ ഗ്രാനൈറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യമായി കാണുന്നത് ഈ വീടിന്റെ ലിവിംഗ് ഏരിയ തന്നെയാണ്. നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. വലിയൊരു സോഫ സെറ്റിയൊക്കെ ഇടാൻ ഭാഗത്തിന് തന്നെയാണ് ഈ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ പാർട്ടീഷൻ വർക്കൊക്കെ നമുക്കിവിടെ കാണാം. ലിവിംഗ് ഏരിയ കണ്ട് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ സുഖമായി നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയിൽ തന്നെയാണ് ഈ വീടിന്റെ TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാക്കി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്നും അല്പം ഒതുങ്ങി മാറി മിറർ ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീടിന്റെ കിച്ചണിലേക്ക് കടന്നു ചെല്ലാം. ക്ലോസ്ഡ് കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒത്തിരി കബോർഡ് വർക്കുകളെല്ലാം കിച്ചണിൽ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. ഗ്രേ കളറാണ് കിച്ചൺ കബോർഡിന് കളറായിട്ട് നൽകിയിരിക്കുന്നത്. 2 പോർഷനുകളായി തിരിച്ച് ഇവിടെ മറ്റൊരു സിങ്കെല്ലാം നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. 12 അടിയോളം വലിപ്പത്തിൽ വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബേവിന്റെ അടക്കം വരുന്ന ഒരു വലിയ വാർഡ്രോബ് തന്നെയാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് കയറി ചെല്ലാം. 1ാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വളരെ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് ഏരിയ തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ സീലിംഗ് വർക്ക് എല്ലാം കൊടുത്ത് നല്ല മനോഹരമായ ഒരു TV യൂണിറ്റും ഒരു ഭാഗത്തായി നൽകിയിട്ടുണ്ട്. കൂടാതെ കുട്ടികൾക്ക് പഠിക്കുന്നതിനും മറ്റുമായുള്ള ഒരു സ്റ്റഡി ടേബിളും നമുക്കിവിടെ കാണാം. വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ നമ്മൾ ഇപ്പോൾ കാണുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതായിട്ടുള്ള പോയിന്റ് ഒക്കെ യൂട്ടിലിറ്റി ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 12 അടിയോളം വലിപ്പത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ അവസാനത്തെയും 4ാമത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 15 അടിയോളം നീളമാണ് ഈ ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ബിൽഡർ നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആക്കി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ അവസാന ഭാഗമായ മെയിൻ ബാൽക്കണിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 2 പോർഷനുകളായി തിരിച്ച ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അല്പം ഭാഗം കവേർഡാക്കിയും ബാക്കി ഓപ്പൺ ആക്കിയുമാണ് ബിൽഡർ കൊടുത്തിരിക്കുന്നത്. ടഫൺ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്ത ഒരു ഹാൻഡ് റെയിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ബാൽക്കണി വ്യൂ തന്നെ നമുക്ക് ഈ വീട്ടിൽ നിന്ന് ലഭിക്കുന്നതാണ്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. വില ചെറുതായി നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് നേരിൽ കാണാനായോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായോ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.